പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ജെസ്സിയ. ഞാൻ കർണാടകയിൽ ദാവണಗೆರೆ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ദാവണಗೆರೆ ബാംഗ്ലൂരിൽ നിന്ന് 300 കിലോമീറ്റേഴ്സിലാണ്. എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലായ സിസ്റ്റർ സമന്തയുടെ ത്രൂ ആണ്. ഞാൻ 2-3 പ്രാവശ്യം ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഉടമ്പടി പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ഉടമ്പടി എടുത്തില്ലായിരുന്നു. ബട്ട് നൗ വെൻ ഐ ഫേസ്ഡ് എ പ്രോബ്ലം, മെൻ്റൽ ടെൻഷനായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സസ് എടുക്കാൻ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തേണ്ടി വന്നു. ഇറ്റ് വാസ് റിലേറ്റഡ് ടു മൈ സൺസ് പ്രോബ്ലം. എൻ്റെ മോൻ ആൻഡ്രൂ ആണ്. അവന് MSc മൈക്രോബയോളജി ഇൻ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ബാംഗ്ലൂരിൽ ചെയ്തു. 2 കൊല്ലമായി ചെയ്ത്. അവൻ്റെ പ്രോജക്റ്റ് അഗ്രികൾച്ചറായിരുന്നു. അവൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിംഗ് ചെയ്യണം, എനിക്ക് ലാൻഡ് ബൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അത്രത്തോളം പൈസ ഇല്ലാത്ത കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിലാക്കാമെന്ന്. അത് ഇത്ര ഈസിയാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഐ ക്യാൻ സീ ഡിപ്രഷൻ ഇൻ മൈ സൺസ് ഐ, ടെൻഷൻ. അപ്പോൾ അവനോട് ചോദിച്ചു എന്നോട്, അമ്മ ഇത് ആവത്തേയില്ല, വിട്ടേക്കമ്മ, ഞാൻ ബാംഗ്ലൂർ പോയി ഞാൻ എൻ്റെ IT ജോലി ചെയ്തോളാന്ന്. അപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്താണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പിന്നെയും വന്നത് ഈ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ 17 വന്ന് ഉടമ്പടി എടുത്ത്, എൻ്റെ മോൻ്റെ ഒപ്പം വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഒരു 15 ദിവസമായില്ല. അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, അമ്മ 2 കൊല്ലം ഇന്ന് അമ്മ ചെയ്യുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിൽ പ്രോപ്പർട്ടി ചെയ്യാനായിട്ട്. ഈ 3 മാസത്തിൽ അമ്മയ്ക്ക് ആവുമോയെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഈ നവംബർ 30 ഉള്ളിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സെയിലാവും, അമ്മയുടെ മുകളിൽ വിശ്വാസം ഇട് എന്ന് പറഞ്ഞിട്ട് നവംബർ 30 ഞങ്ങളുടെ പ്രോപ്പർട്ടി സെയിലായി. ഞാൻ അഗ്രിമെൻറ്റ് ചെയ്തത് നവംബർ 30 പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അതല്ലാതെ അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇറങ്ങിയ പോലെ. പക്ഷേ ഈ ഉടമ്പടി എടുത്ത പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്രത്തോളം ഡിസിപ്ലിൻഡാണ് ഞങ്ങളുടെ ലൈഫിനെ ചെയ്യണതെന്ന്. ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ് ഞങ്ങളുടെ ലൈഫ് ഒരു ദൈവത്തിലോട്ട് അടുക്കാനായിട്ടും ലോർഡ് ജീസസിലോട്ട് പോകാനായാലാവട്ടും ഞങ്ങളുടെ ലൈഫ് വിശുദ്ധമാവട്ടും. അതിനോട് ഞാൻ അമ്മയോട് കോടി സ്തോത്രം പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആൻഡ്രൂ ആണ്. ഞാൻ പഠിച്ചത് എല്ലാം ബാംഗ്ലൂരാണ്. എൻ്റെ മലയാളം അത്ര പോരാ. 2 വർഷം ഞാൻ പഠിച്ചായിട്ട് ഞാൻ വീട്ടിലിരുന്നായിരുന്നു. എനിക്ക് അഗ്രികൾച്ചർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആശ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എൻ്റെ ആശനെ ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ, എനിക്ക് അഗ്രികൾച്ചറിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല പ്ലേസ്മെൻറ്റും ആയിരുന്നു കോളേജിന്. അപ്പോൾ ഞാൻ ആ പ്ലേസ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് വന്നതാണ്. ലൈക്ക് ജോബ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലി കയറി ഇപ്പോൾ എല്ലാം നല്ല സാലറിയിലുണ്ട്. അപ്പോൾ എനിക്ക് എന്തായി പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതായ പിന്നെ ഒരു ഡേ അമ്മയുടെ കൂടെ ഞാൻ ഉടമ്പടി എടുക്കാനും അമ്മയുടെ കൂടെ വന്നതാണ് ഇവിടെ ബിഫോർ നവംബർ 30. അപ്പോൾ ഞാൻ ചോദിച്ചു 1 മാസം മുമ്പേ അമ്മയുടെ അടുത്ത്, ഇൻ കേസ് നവംബർ 30 ഉള്ളിൽ എനിക്ക് ആയില്ല അമ്മ, എനിക്ക് നല്ല ജോബ് ഓഫേഴ്സും ഉണ്ട്, ഞാൻ വേണം അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളാം. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി 1 മാസം ടൈം ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഉടമ്പടിക്ക് എടുത്തിട്ടുണ്ട്. അതായ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഡെയിലി പ്രെയർ ചെയ്യാനിരിക്കാൻ ചെയ്തു. മോർണിംഗ് അമ്മ പ്രെയറിന് എണിക്കുമായിരുന്നു, പിന്നെ ഈവനിങ് ഡെയിലി അമ്മ പ്രെയർ ചെയ്യാനിരിക്കുമായിരുന്നു. സോ അമ്മയുടെ കൂടെ ഞാൻ പ്രെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായ പിന്നെ ലൈക്ക് എക്സാക്ട്ലി നവംബർ 30 ഇനി ലാസ്റ്റ് ഡേ ഫൈനൽ ഡേ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽസ് അഗ്രിമെൻറ്റ് സൈനിങ് കാരണം. സോ അത് ഇത്രയോ ലൈക്ക് ഒരു മിറാക്കൽ പോലെ ആയി. സോ അതത്രയാണ്. സോ അതായിട്ട് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത പോലെ ഞാൻ ഇവിടെ കൃപാസനം വന്നു. മാതാവിന് കോടി സ്തോത്രം. അവസാനമായിട്ട് എനിക്ക് ഒന്ന് പറയാനുണ്ട്. ഞാൻ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞങ്ങൾക്ക് പ്രേക്ഷിതരുടെ ജോലിയാവട്ടെ, കാരുണ്യം ജോലിയാവട്ടെ, പള്ളി പോക്കാവട്ടെ, കുംസാരിക്കാനാവട്ടെ, എല്ലാം ഒരു
റെഗുലർ ഉണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പണ്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇത് നമുക്ക് ഈ എല്ലാം ഫോളോ ചെയ്താൽ ശരിക്കും നമുക്ക് മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യന് ഈശോ അത്ഭുതകരമായിട്ട് അവൻ്റെ കൈ സുഖപ്പെടുത്തുന്ന തിരുവചനം നമുക്ക് കാണുവാൻ കഴിയും. 9 മുതലുള്ള തിരുവചനങ്ങളിൽ കൈ ശോഷിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് ജന്മന അതുള്ളതാണ് ശോഷിച്ച കൈ. അതവൻ്റെ ഒരു കുറവ് തന്നെയാണ്. ഇതാണ് ഈശോ ഇല്ലാതാക്കുന്നത്. ഈശോ സിനഗോഗിലെത്തി ഈ മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ അവിടെ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളുമുണ്ട്. ഇവിടെ ഇന്ന് ജെസ്സി എന്ന മകളും മകൻ ആൻഡ്രൂവും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർ പറഞ്ഞത് ഒരേ ഒരു സാക്ഷ്യമാണ്. 2 വർഷമായി അവരൊരു കാര്യം ചെയ്യാൻ വേണ്ടി നടക്കുന്നു. ഈ കാര്യം നടക്കുന്നില്ല. ഇത് വളരെ ഈസി ആയിരിക്കും. ബാംഗ്ലൂർ ടൗണിൽ തങ്ങളുടെ ഒരു പ്രോപ്പർട്ടി, എല്ലാം മെറിറ്റുമുള്ള ഒരു പ്രോപ്പർട്ടി, അത് വിറ്റ് പോവുക, അത് വളരെ ഈസി ആയിട്ട് അവരെടുത്തു. എന്നാൽ മാസങ്ങൾ നീങ്ങുന്നു, അത് വർഷങ്ങളിലേക്ക് എത്തുന്നു, അതവർക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് എപ്പോഴോ തൻ്റെ മനസ്സിൽ തനിക്ക് പകർന്നു കിട്ടിയ ഉടമ്പടിയുടെ ആ ചൈതന്യം പൊങ്ങി വരുന്നത്. അങ്ങനെ ഈ മകള് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്ടോബർ 17 ഉടമ്പടി എടുത്തു. ഇന്നിപ്പോൾ ഏത് മാസമാണ്, എത്ര നാളായി ഉടമ്പടി എടുത്തിട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതായത് 90 ദിവസം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. 2 വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്നത് 15 ദിവസം കൊണ്ട് നടക്കുന്നു. ജന്മന ശോഷിച്ച ഒരു മനുഷ്യൻ്റെ അത് കൈ നീട്ടാൻ ഈശോ പറയുന്നു. നീട്ടാൻ പറയുമ്പോൾ ഈശോയ്ക്ക് അറിയാം അത് കൈ നീട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശോഷിച്ച കൈയല്ലേ, അവൻ എങ്ങനെയാണ് അത് നീട്ടുക? എന്നാൽ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ശോഷിച്ച ഭാഗങ്ങളാണ് നമുക്ക് ഓരോ പ്രാവശ്യവും, അതായത് നമ്മുടെ പരിമിതികൾ, ഈ ശോഷിച്ച ഭാഗങ്ങളിലാണ് ദൈവപുത്രൻ കൈവയ്ക്കുക. ദൈവപുത്രൻ നമുക്ക് സൗഖ്യം നൽകുക, നമുക്ക് വിടുതൽ നൽകുക. നമുക്ക് അത് കേസാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലാകാം. അപ്പോഴിങ്ങനെയൊക്കെ ഉള്ള ശോഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്, പരിമിതികളുണ്ട്. ഈ പരിമിതികളെയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് അമ്മ കൊണ്ടുപോകുന്നത്. ഈ മകന് തൻ്റെ കൂട്ടുകാരെല്ലാം ജോലിയിലായി. തൻ്റെ ഒരു ആഗ്രഹമാണ് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് തിരിയണമെന്നുള്ളത്. എന്നാൽ തനിക്ക് അതിന് സാധിക്കുന്നില്ല. ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയെന്നാണ് നാം കേട്ടത്. അപ്പോൾ അത്രയേറെ സീരിയസ് ആണ് ഈ കാര്യം. അതുകൊണ്ടാണ് ഒരു സാക്ഷ്യമേ ഉള്ളൂ, എന്നാൽ പോലും ഇതിന് സമയ ചുരുക്കം. 2 വർഷം കൊണ്ട് നടക്കാത്തത് 15 ദിവസം കൊണ്ട് നടക്കുകയാണ്. ആ വ്യക്തി അത്രയേറെ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിൽ തൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ആ മകന് എങ്ങനെയാണ് ഇവിടെ തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ടായത്? ആ കുഞ്ഞുമായിട്ട് വന്നാണ് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ശോഷിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുക. ഇവിടെയൊന്നും നമുക്കൊന്നും ചെയ്യുവാനില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, പ്രോപ്പർട്ടിയുണ്ട്. എന്തുകൊണ്ട് നമുക്കത് വിറ്റ് പോകുന്നില്ല? നമുക്കറിയില്ല. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ അമ്മയ്ക്കറിയാം അതെപ്പോൾ എങ്ങനെ സാധ്യമാകുമെന്ന്. ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം അതിലെ മാറ്റങ്ങൾ സംഭവിച്ചു. താൻ ഇങ്ങനെയൊന്നും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വിശ്വാസമുണ്ട് നമുക്ക്. നമ്മൾ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. എന്നാൽ ഇന്ന് ചാരിറ്റി വർക്ക്സ്, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ തിരുസഭ ആചരിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണം നടത്തി
നമ്മുടെ ഭാരതഭൂമിയിൽ വന്ന് സുവിശേഷ പ്രഘോഷണം നടത്തിയ വിശുദ്ധിനെയാണ് നാം ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും കൃപാസന പത്രത്തിലൂടെ നാമും സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. ഇവിടെ വന്ന് നാം ലോകത്തോട് മൊത്തമായിട്ട് നാം നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇവിടെ ദൈവം മഹത്വപ്പെടുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.